കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും വെറുക്കുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഏതു കൊച്ചുകുട്ടിക്ക് പോലും അതിനുള്ള ഉത്തരം ലളിതമായി പറയുവാൻ സാധിക്കും. ഇപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ. ഇനി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ജനങ്ങൾ ഏറ്റവും അധികം സമീപകാലത്ത് വെറുക്കപ്പെട്ടവനായി നോക്കിക്കണ്ട രാഷ്ട്രീയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് കെ.സി. വേണുഗോപാലാണ് എന്നും നമുക്ക് പറയുവാൻ സാധിക്കും. ഓർക്കണം, AICCയുടെ ഏറ്റവും ഉന്നതമായ പദവി വഹിക്കുന്ന ദേശീയ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഒരു മലയാളി നേതാവായിട്ടും കേരള ജനതയ്ക്കിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.സി. വേണുഗോപാൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDFന് മൃഗീയ ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം MLAമാരും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന അഭിപ്രായ പ്രകടനമാണ് നടത്തിയത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFനും കോൺഗ്രസിനും ലഭിച്ച മഹാവിജയം VD സതീശന് ലഭിച്ച മാൻഡേറ്റ് ആണെന്നാണ് പൊതുജനങ്ങൾ വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ VD സതീശനെ മുഖ്യമന്ത്രി പദവിയിൽ എത്തിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപകമായ മുറവിളി ഉണ്ടാകുകയും VD സതീശൻ്റെ മുഖ്യമന്ത്രി പദവിക്ക് തടസ്സമായി നിലനിൽക്കുന്നത് കെ.സി. വേണുഗോപാലിൻ്റെ സാന്നിധ്യമാണ് എന്നൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കെ.സിക്കെതിരെ വെറുക്കപ്പെട്ടവൻ എന്ന നിലയിലുള്ള ഒരു ടാഗ് ലൈൻ ചാർത്തി കൊടുത്തുകൊണ്ട് വ്യാപകമായ സൈബർ പ്രചരണങ്ങളും നടന്നിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് എന്നതാണ് വസ്തുത. ഒരു ദിവസം നടത്തിയ ഒറ്റ പ്രസംഗം കൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രവർത്തകരുടെയും ഹൃദയങ്ങൾ കീഴടക്കുവാൻ കെ.സി. വേണുഗോപാലിന് സാധിച്ചു. ആലപ്പുഴയിൽ വെച്ച് കേരളത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ട് കെ.സി. നടത്തിയ ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയവരുണ്ട്, എന്നെ ആക്ഷേപിച്ചവരൊക്കെ ഉണ്ട്, ഒരുപാട് പേര് പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട്. ഞാൻ ആദ്യത്തെ കൺവെൻഷനിൽ പറഞ്ഞിരുന്നു, തോമസിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസിന്റെ ലാത്തിയടിയേറ്റ് പിടഞ്ഞ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ കോൺഗ്രസിന്റെ UDFിന്റെ സമ്മാനമാണ്, പ്രതീകമാണ്. തോമസ് പിണറായി വിജയന്റെ മനസ്സിൽ നോവുന്ന ഒരു വേദനയായി എന്നും ഇവനെ കാണുമ്പോൾ നിലനിൽക്കും. കൊല്ലത്തെ ദുർഭരണത്തിന്റെ ഏറ്റവും കെടുതികൾ അനുഭവിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ, കേരളത്തിലെ UDFുകാർ. ആ പോലീസുകാരൻ നമ്മുടെയൊക്കെ UDFുകാരുടെയൊക്കെ വീടുകളിൽ ഒന്ന് വരാൻ നടക്കുന്നുണ്ടാവും. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ കോൺഗ്രസ് കണ്ടുപിടിച്ചവരായിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലത്ത്. ഏറ്റവും കൂടുതൽ പോലീസുകാർ തല്ലിയവരും പിടിച്ചവരും ഒക്കെ തന്നെ അവർ നമ്മുടെ തന്നെ ഇപ്പൊ ഞാനടക്കമുള്ളവരുടെ മുന്നിലേക്ക് വരും. ഒരു കാര്യത്തിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രവർത്തകനെ വളഞ്ഞിട്ട് ഒരു കാരണമില്ലാതെ ആക്രമിച്ചവനെ വെറുതെ വിടുന്ന പ്രശ്നമുണ്ടാകില്ല. കെ.സി. വേണുഗോപാൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ പൊതുവായി കണ്ടുവരുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലവും പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളികളെ നേരിട്ടതും അവരെ ആക്രമിച്ചതും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരും നേതാക്കളും പോലീസിൻ്റെ കൊടിയ പീഡനങ്ങളാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഏറ്റുവാങ്ങിയത്. പീഡനങ്ങൾ ഏറ്റുവാങ്ങുക മാത്രമല്ല, അതിൻ്റെ പേരിൽ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ പരിക്കേറ്റവരെയും ആക്രമിക്കപ്പെട്ടവരെയും പരിഹസിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മൃഗീയമായി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സുരക്ഷാ ഉദ്യോഗസ്ഥനാൽ മർദ്ദിക്കപ്പെട്ടതിൻ്റെ ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ് ആലപ്പുഴയിലെ KSU നേതാവായ AD തോമസിന് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ സീറ്റിൽ നിന്ന് മത്സരിക്കുവാൻ കോൺഗ്രസ് അനുവാദം നൽകിയതും അദ്ദേഹം ഇപ്പോൾ വിജയിച്ചു കയറി നിയമസഭയിൽ പിണറായി വിജയനൊപ്പം MLA പദവി അലങ്കരിക്കുന്നതും. AD തോമസ് ഉൾപ്പെടെയുള്ളവരുടെ ഈ ദുരനുഭവം ഇനി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരെയും നേതാക്കളെയും വേട്ടയാടിയ പോലീസ് ഉദ്യോഗസ്ഥരോട് യാതൊരു മര്യാദയും ഈ ഭരണകൂടം കാണിക്കുവാൻ പാടില്ല എന്ന മുന്നറിയിപ്പുമാണ് കെ.സി. വേണുഗോപാൽ ഈ വേദിയിൽ വെച്ച് പങ്കുവച്ചത്. അദ്ദേഹം ഇവിടെ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
കഴിഞ്ഞ 10 വർഷക്കാലം CPM-നും പിണറായി വിജയനും CPM-ൻ്റെ ചോട്ടാ നേതാക്കൾക്കും വേണ്ടി വിടുവേല ചെയ്യുന്നതിന് അവരെ പ്രസാദിപ്പിക്കുവാനായി കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തങ്ങൾ നിസ്സഹായരായിരുന്നു എന്നൊരു വാദമുഖം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ മുതൽ സംസ്ഥാന നേതാക്കൾ വരെയുള്ളവരുടെ തിണ്ണകൾ കയറിയിറങ്ങി നടക്കുകയാണ്. വേണമെങ്കിൽ അവരുടെ അടുക്കളപ്പുറത്ത് പോയി പാത്രം കഴുകി കൊടുക്കുവാനും തയ്യാറുള്ള ഒരു മനോഭാവത്തിലാണ് ഇവർ നിലകൊള്ളുന്നത്. എങ്ങനെയെങ്കിലും കടുത്ത ശിക്ഷാ നടപടികളിൽ നിന്ന് തങ്ങൾ CPM-ന് വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിൻ്റെ പേരിൽ ഉണ്ടായേക്കാവുന്ന കടുത്ത ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷ നേടുവാനും ഇഷ്ടപ്പെട്ട പോസ്റ്റിങ്ങുകൾ നേടിയെടുത്ത് സ്വതന്ത്രമായി വിചാരിക്കുവാനുമാണ് ഇത്തരക്കാർ ഇത്തരം നെറുകെട്ട പണികൾ കാട്ടിക്കൂട്ടുന്നത്. ഇത്തരക്കാരെ കൃത്യമായി നോട്ടമിടണമെന്നും അവരെ മറന്നുപോകരുതെന്നും അവരുടെ തൊപ്പി തെറിപ്പിക്കണമെന്നും KC വേണുഗോപാൽ പൊതുവേദിയിൽ രമേശ് ചെന്നിത്തലയെ ഇരുത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും, ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെയും, ഓരോ KSU പ്രവർത്തകൻ്റെയും ഹൃദയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപനമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒറ്റ പ്രസംഗം കൊണ്ട് കേരളത്തിൽ സീറോ ആയിപ്പോയിരുന്ന KC വേണുഗോപാൽ എന്ന നേതാവ് ഹീറോയായി മാറുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. KC മുൻപോട്ടുള്ള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF രാഷ്ട്രീയത്തിലും എങ്ങനെ ഇടപെടുവാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടിയായി മാറുകയാണ്. ഈ പ്രസംഗവും ആ പ്രസംഗത്തിനിടെ അദ്ദേഹം ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ മുന്നറിയിപ്പും ആഭ്യന്തരമന്ത്രിയോട് നടത്തിയ ഓർമ്മപ്പെടുത്തലും അതുപോലെ തന്നെ തൻ്റെ നിലപാട് പ്രഖ്യാപനവും പാർട്ടി എന്ന നിലയിൽ സർക്കാരിനുമേൽ കൃത്യമായ ഒരു മേൽനോട്ടം കോൺഗ്രസ് നേതാക്കൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് നടത്തും എന്ന KC ലൈൻ തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത്. മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിയുടെയോ ഏകാധിപത്യം അനുവദിക്കില്ല എന്ന വാക്കുകൾ കൂടി KCയുടെ പ്രസംഗത്തിനുള്ളിൽ കൃത്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പാർട്ടിയോട് കൂടിയാലോചിച്ച് മാത്രമേ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി വാക്കുകൾക്കിടയിൽ കൃത്യമായി ഒളിപ്പിച്ച് KC വെച്ചിട്ടുണ്ട്. ഇതിനാൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, KPCCയുടെ പുനഃസംഘടന നടത്തുമ്പോൾ അവിടെയും കൃത്യമായി തൻ്റെ നോമിനിയെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ UDF സർക്കാരിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന നിലയിലെല്ലാം നിയന്ത്രിക്കാവുന്ന ഇടപെടലുകൾ KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യും. ഇത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതുകൂടി നാം ഓർക്കേണ്ടതാണ്. സമീപകാലങ്ങളിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അനവധി അനാവശ്യ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പഴയ SFIക്കാരനാണെന്നുള്ള ആരോപണം മുതൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ APS അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി ഇടം പിടിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വ്യക്തിയാണെന്ന് ഉള്ളതും വരെയുള്ള ആരോപണങ്ങൾ ഇതിനോടകം നാം കണ്ടിട്ടുണ്ട്. സണ്ണി ജോസഫ് ഭാര്യ സഹോദരനെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തത് വിവാദമായതോടെ അദ്ദേഹം രാജിവെച്ചൊഴിയുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ പാർട്ടിയുടെ കൃത്യമായൊരു മേൽനോട്ടം ഭരണത്തിന് മുകളിൽ ഉണ്ടാവേണ്ടത് അനിവാര്യതയാണ്. കൃത്യമായൊരു കൺസൾട്ടേഷൻ പ്രോസസ്സിലൂടെ മാത്രമേ സർക്കാരിനെ മുന്നോട്ട് പോകുവാൻ പാർട്ടി അനുവദിക്കുകയുള്ളൂ എന്നതുകൂടിയാണ് KC ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ പ്രസംഗത്തിലൂടെ UDF പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ KC വേണുഗോപാൽ വരും ദിവസങ്ങളിലും ഭരണത്തിൽ കൃത്യമായി ഇടപെടുമെന്നും ജനവികാരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാരിനെ നേർവഴിക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം പാർട്ടി സംവിധാനത്തിലൂടെ അദ്ദേഹം നടപ്പാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഏതൊക്കെയാണെങ്കിലും KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ സമാനതകളില്ലാത്ത തിരിച്ചുവരവിനാണ് ഇന്നലെ ആലപ്പുഴയിലെ പൊതുവേദി സാക്ഷിയായത്. രമേശ് ചെന്നിത്തല KC വേണുഗോപാലിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴയിലിട്ട് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ അകാരണമായി മർദ്ദിച്ച CI അടക്കമുള്ളവർ ഇനി സർവീസിൽ നിന്ന് പുറത്താകുവാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നാം തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി തങ്ങളുടെ ധർമ്മം മറന്ന് പ്രവർത്തിച്ച ഓരോ പോലീസുകാരനുമുള്ള മുന്നറിയിപ്പ് തന്നെയാണ് KC വേണുഗോപാൽ പങ്കുവച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ ചിന്തകളും വിലയിരുത്തലുകളും പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.